ഷെഫേ, കഴിഞ്ഞ വീഡിയോയില് എങ്ങനെയാണ് ഫയർ ഉണ്ടാകുന്നത് എന്നല്ല പറഞ്ഞത്. അതെ, അതെങ്ങനെ അണയ്ക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞു തരാം നിനക്ക്. ഓക്കെ. കിച്ചണിൽ ഫയർ ഉണ്ടാകുമ്പോഴത്തേക്കിന് അതിനെ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ സ്റ്റാഫിന് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. എന്ത് മൂലമാണ് തീ പിടുത്തം ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്കൊരു ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കണം, ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടാവണം. സ്റ്റാഫിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ക്ലാസ് എ ഫയർ ആണെങ്കിൽ വെള്ളത്തിന് ഉപയോഗിച്ച് നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു മിസ്റ്റ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ തീ പടരുന്നതിൽ നിന്ന് അതിനെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലാസ് ബി ടൈപ്പ് ഓഫ് ഫയർ ആണെങ്കിൽ ഒന്നുകിൽ ഒരു ഫോം ഉപയോഗിച്ച് നമുക്കതിനെ തടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് നമുക്കതിനെ തടയാനായിട്ട് പറ്റും. ഇനി ക്ലാസ് സിയുടെ പ്രത്യേകത എന്താണ്? അതിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഒരു കാരണവശാലും അതിൽ ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു കേസിൽ ഒന്നുകിൽ പർട്ടിക്കുലർ ആയിട്ട് സി തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ABC ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഐദർ CO2 ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ ഡ്രൈഡ് കെമിക്കൽ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കുക. ഷെഫേ, ഈ ചില ഫയർ എക്സ്റ്റിംഗ്വിഷനിൽ ഇപ്പോൾ ക്ലാസ് കെ എന്നും അതേപോലെ ക്ലാസ് എഫ് എന്നും കാണുന്നുണ്ടല്ലോ, അതെന്താ? അത് രണ്ട് സെയിം തന്നെയാണ്. നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളത് നോക്കുമ്പോഴത്തേക്കിന് അതിൽ ക്ലാസ് എഫ് എന്നാണ് കാണുക. മറ്റേത് നമ്മുടെ US സ്റ്റാൻഡേർഡിൽ ക്ലാസ് കെ എന്നാണ് കാണുക. അത് രണ്ടും നമ്മൾ ഓയിൽ ആൻഡ് ഗ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയറാണ്. ഓക്കെ. ക്ലാസ് കെയോ ക്ലാസ് എഫോ ആയിട്ടുള്ള ഒരു ഫയർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഏറ്റവും ആദ്യമേ ആ ഹീറ്റ് സോഴ്സ് നമ്മൾ ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ഒന്നുകിൽ ഒരു ഡാം ക്ലോത്ത് കൊണ്ട് നമുക്കതിനെ കവർ ചെയ്യാം. നമുക്കവിടെ ഒരു കാരണവശാലും വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് കെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിൽ ക്ലാസ് എഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് ആ ഫയറിനെ അണയ്ക്കുകയാണ് ചെയ്യേണ്ടത്.